മഹാരാഷ്ട്രയിൽ BJP ക്യാമ്പിൽ ആഘോഷം തുടങ്ങിയിരിക്കുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJP തരംഗം 29-ൽ 26 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും വ്യക്തമായ മേധാവിത്വവുമായി BJP സഖ്യം മുന്നോട്ട് കുതിക്കുകയാണ്. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ BMCയിൽ കാവി തരംഗം 100 കടന്ന് മഹായുദ്ധി ലീഡ് ചെയ്യുന്നു. ഉദ്ധവ് ശിവസേന കോട്ടകൾ തകർന്നടിഞ്ഞതോടെ ആഘോഷം ആരംഭിച്ചിരിക്കുന്നു. BJP ക്യാമ്പിൽ മുംബൈയിൽ നിന്ന് മാധ്യമപ്രവർത്തകൻ ഉദയകുമാർ ചേരുന്നു. ഉദയകുമാർ, മഹായുദ്ധിയുടെ ഈ തേരോട്ടത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്തതുപോലെ, അതായത് വിഘടനവാദികളെ തള്ളി വികസനവാദികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ജനതയായി മറാഠ ജനത മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് വികസനം മതി. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചിട്ടില്ലേ? വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും BJPക്ക് ആധിപത്യമുണ്ടാക്കാൻ സാധിച്ചു. ഈ തേരോട്ടത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ബോംബെ ഒരു ഓൾ ഇന്ത്യയുടെ ഒരു സാമ്പിളാണ്. കാരണം ബോംബെയിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരുണ്ട്, സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരുണ്ട്, ബാക്കി എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളും ബോംബെയിൽ താമസിക്കുന്നുണ്ട്. അപ്പം ഒരു ഭാരതത്തിന്റെ ഒരു ഉദാഹരണമാണ് ബോംബെ. ഇവിടെയുള്ള വികസനങ്ങൾ സാധാരണ ആളുകൾ കണ്ടുവരുന്നു, എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു. എന്ത് പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു, ഏതൊക്കെ വികസന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എത്ര വേഗതയിലാണ് അതൊക്കെ പൂർണ്ണമാകുന്നത് എന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു പാർട്ടിയുടെ തലത്തിൽ കിട്ടുന്ന വോട്ടുകളാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ വികസന പ്രവർത്തനത്തിന് കിട്ടുന്ന വോട്ടുകളാണെന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ ഒരുപാട് സൗകര്യങ്ങൾ, അടിസ്ഥാന വികസന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ബോംബെ അറിയുന്നവർക്കറിയാം എങ്ങനെയാണ് ഇവിടുത്തെ യാത്ര, ഏത് രീതിയിലാണ് യാത്ര ചെയ്യുന്നത് സാധാരണക്കാരൻ. അതിന്റെ ഏതാനും വർഷം മുമ്പുള്ളതിനേക്കാളും എത്രമാത്രം വ്യത്യാസം ഉണ്ട് എന്നുള്ളത് ഒരു താരതമ്യ പഠനം നടത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. പിന്നെ വികസനം മാത്രമല്ല, മുനിസിപ്പൽ ഇലക്ഷൻ യഥാർത്ഥത്തിൽ പിന്നെ ഒരു പാർട്ടി പ്രവർത്തനത്തിലൂടെ നേടിയെടുക്കുന്ന സീറ്റാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ജനങ്ങളെല്ലാം തന്നെ ഒരേപോലെ ഈ വികസനത്തിന് തന്നെ വോട്ട് ചെയ്യുമെന്ന രീതിയിലാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് മറാഠി ഭാഷയുടെ പേരിൽ വോട്ട് നേടിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് നേടിക്കൊണ്ടിരുന്നത് ഇപ്പം അവർക്ക് നേടാൻ സാധിക്കാത്തത്. ഇപ്പം മറാഠി ഭാഷയുടെ പേരോ അല്ലെങ്കിൽ ജാതി മതത്തിന്റെ പേരുകളൊന്നും അല്ല ഇവിടെ വോട്ടിന് ആകർഷിക്കുന്നത്. വോട്ട് ആകർഷിക്കുന്നത് ഇവിടുത്തെ വികസന പ്രവർത്തനമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ബോംബെയിലുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രതികരണം ഇന്ന് നിലവിൽ രാജ്യത്താകമാനമുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുടെ പ്രതിഫലനമായി ഞാൻ കാണുന്നു. ഉദയകുമാർ, നോക്കൂ, കുടുംബാധിപത്യത്തെയും തകർത്തെറിയുന്നു അല്ലേ? ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഉദ്ധവ് താക്കറെയും അതുപോലെ രാജ് താക്കറെയും ഒന്നിക്കുന്നു. വലിയ ചലനമുണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയിൽ അതിന് വലിയ ഹൈപ്പാണ് ദേശീയ മാധ്യമങ്ങൾ അടക്കം കൊടുത്തത്. പക്ഷേ തകർന്നടിഞ്ഞിരിക്കുന്നു. ഒരു ഭാഗത്ത് താക്കറെ കുടുംബം തകർന്നടിഞ്ഞു, മറുഭാഗത്ത് പവാർ കുടുംബവും തകർന്നടിഞ്ഞിരിക്കുന്നു. അപ്പോൾ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ദേശീയതയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അവർക്ക് വികസനം മാത്രം മതി. വിഘടനവാദികൾ അവരെ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് നയിച്ചു. അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം, ഒരു പരിവർത്തനം അവർ അവരുടെ സമ്മതിദാനാവകാശത്തിലൂടെ വിനിയോഗിച്ചിരിക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അതെ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിൽ നടന്നതുപോലെ കുടുംബാധിപത്യത്തിന്റെ പൂർണ്ണമായ തകർച്ച, കുടുംബാധിപത്യം കൊണ്ട് കുടുംബം മാത്രമേ നന്നായുള്ളൂ എന്നുള്ള തിരിച്ചറിവ് മഹാരാഷ്ട്രയിലുള്ള, ഭാരതത്തിലുടനീളം ഉള്ള ഒരു ചിന്ത ബോംബെയിലുമുണ്ട്. പ്രത്യേകിച്ച് ബോംബെയിലുണ്ടെന്ന് പറയാൻ കാരണം ബോംബെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമാണ്. ഇവിടെ ധാരാളം വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകളും അതുപോലെ തന്നെ മറ്റ് സാധാരണ ആളുകൾ ജീവിക്കുന്നതിന് വേണ്ടി പല ഭാഗത്തു നിന്നും കുടിയേറി വരുന്നവരുമുണ്ട്. അവരുടെ ജീവിതത്തിൽ എത്രമാത്രം മാറ്റങ്ങൾ ഉണ്ടായോ ആ മാറ്റത്തെ ആയിരിക്കും അവർ രാഷ്ട്രീയമായി കാണുന്നത്. അല്ല താക്കറയുടെ ബ്രാൻഡെന്നോ അല്ലെങ്കിൽ പവാറിന്റെ ബ്രാൻഡെന്നോ അങ്ങനെയുള്ളൊരു വിശ്വാസം, അല്ലെങ്കിൽ മറാഠി എന്ന ഭാഷയാണ് എന്റെ രാഷ്ട്രീയമെന്നോ വിശ്വസിക്കുന്ന ഒരു തലമുറ ബോംബെയിൽ കഴിഞ്ഞ 10 വർഷമായി ഇല്ല എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ
ഈ മഹാരാഷ്ട്രയിലുള്ള പൂർണ്ണമായ രാഷ്ട്രീയ അന്തരീക്ഷം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമാണ്. കാരണം വികസനമാണ് അവരുടെ അജണ്ടയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെങ്കിൽ BJP തന്നെയായിരിക്കും ജനങ്ങൾക്ക് സ്വീകാര്യമായ പാർട്ടി. മാത്രമല്ല, കഴിഞ്ഞ എത്രയോ വർഷമായി ബോംബെയിലുള്ള വലിയ വലിയ മുതലാളിമാരായാലും തൊഴിലാളികളായാലും ശരി, അവർക്കൊക്കെ അറിയാം ഈ രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമുള്ള പോളിസി തയ്യാറാക്കിയതും അത് പ്രവർത്തനം ശരിയായ രീതിയിൽ ഗ്രൗണ്ടിൽ ഉണ്ടാക്കിയെടുത്തതും. അത് വെറും വാക്കുകളല്ല, പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ BJPക്ക് സാധിച്ചു എന്നുള്ളതാണ് BJPയുടെ രാഷ്ട്രീയ നേട്ടം. ഉദയകുമാർ, കോൺഗ്രസിന്റെ തകർച്ചയും പരാമർശിക്കാതെ പോകാനാവില്ലല്ലോ അല്ലേ? കോൺഗ്രസിനും ശക്തമായ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. നിലവിലുള്ള ബോംബെയിലുള്ള സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന് 9 സീറ്റിലോ മറ്റും ലീഡ് ചെയ്യുന്നുണ്ട്. ബോംബെയിൽ 227 9 സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുണ്ട്. അതുപോലും ചിലർക്ക് ഒരുപക്ഷെ അത്ഭുതമായിരിക്കും. കാരണം കോൺഗ്രസിന്റെ കൊടി ഒരു സ്ഥലത്തും കാണാനില്ലെന്ന് മാത്രമല്ല, ഒരുപാട് കാലം കോൺഗ്രസിന്റെ പതാക ഉയർത്തി നടന്നിരുന്ന പല സ്ഥലങ്ങളിലുള്ള ഓഫീസുകളും ഇപ്പോൾ പൂട്ടി. അതൊന്നുകിൽ ശിവസേനയായിരിക്കാം, അല്ലെങ്കിൽ BJP ആയിരിക്കാം. ഈ നേതാക്കളെല്ലാം തന്നെ BJP അല്ലെങ്കിൽ ശിവസേനയിലേക്ക് ചേക്കേറിയിരിക്കുന്നു. അപ്പൊ ഈ സാഹചര്യത്തിൽ 9 സീറ്റ് അവർക്ക് കിട്ടി, അതായത് 4% സീറ്റ് അവർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ അത്ഭുതമാണ്. എന്നെ സംബന്ധിച്ചോ എനിക്ക് തോന്നുന്ന ഞാനിതിനെ വലിയ അത്ഭുതമായാണ് കാണുന്നത്. 9 സീറ്റെങ്കിലും അത്രയും പരാജയപ്പെട്ടു, അല്ലെങ്കിൽ അത്രയും രാഷ്ട്രീയ ഇതിന് ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്, ബോംബെയിൽ പ്രത്യേകിച്ചും. ഉദയകുമാർ, ഒരു ചോദ്യം കൂടി. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇനി മഹാരാഷ്ട്ര സർക്കാരിന് വലിയ കരുത്ത് പകരുന്ന ഒരു വിജയമാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? ഈ തെരഞ്ഞെടുപ്പ് ഫലം, അതെ, ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും ഈ താക്കറെ കുടുംബവും പവാർ കുടുംബവും അതുപോലെ കോൺഗ്രസും ഒക്കെ പാഠം ഉൾക്കൊള്ളുമോ? അതോ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ കോൺഗ്രസിന്റെ കൊടികൾ കാണുന്നില്ല, ഇവരും ഈ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന്, താക്കറെ കുടുംബവും അതുപോലെ പവാർ കുടുംബവും ഒക്കെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു കാഴ്ചയ്ക്കും താമസിയാതെ മഹാരാഷ്ട്ര സാക്ഷ്യം വഹിക്കുമോ? ഒരുപക്ഷെ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതിന് പകരം അവർക്ക് പരിവർത്തനം ഉണ്ടായി BJPയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനായിരിക്കാം അവർ ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്നത്. നാളെ തീർച്ചയായും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരൊക്കെ വളരെ താമസിയാതെ തന്നെ BJPയോടൊപ്പമോ അല്ലെങ്കിൽ BJP ലയിക്കുകയോ ചെയ്യുന്നൊരു സാഹചര്യം മഹാരാഷ്ട്രയിൽ ഉണ്ടായാൽ അത് വളരെ വലിയ അത്ഭുതമായി കണക്കാക്കരുത്. ഉദയകുമാർ, ഒറ്റ ചോദ്യം കൂടി. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് വലിയ മേൽക്കൈയുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ടല്ലോ അല്ലെ, ഈ മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ. അവിടെയും ഈ മഹായുതിക്ക് ശക്തമായ സ്വാധീനം ചെലുത്താൻ സാധിച്ചല്ലോ അല്ലെ? തീർച്ചയായും സാധിച്ചിട്ടുണ്ട്. കാരണം മതമല്ല അവരുടെ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്, അവരുടെ ജീവിത സൗകര്യം വർദ്ധിപ്പിക്കുന്നത് അവരുടെ മതമല്ലെന്നുള്ള തിരിച്ചറിവ് ഇവിടെയുള്ള പല സ്ഥലങ്ങളിലുള്ള ന്യൂനപക്ഷങ്ങൾക്കും അറിയാം. ന്യൂനപക്ഷങ്ങൾ ഒരുപക്ഷെ ഒരുപാട് കാലം അവർ BJP ന്യൂനപക്ഷത്തിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ BJPക്കെതിരായി മാറിയെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ അനുഭവം ഒരുപക്ഷെ വളരെ വ്യത്യസ്തമായ ഒരു ഫലമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള മതം എന്നുള്ളത് ഒരു രണ്ടാമത്തെ ഇത് മാത്രം ഓപ്ഷനായി മാത്രം നിർത്തി ആരാണോ വികസനത്തിന് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടിൽ ആരാണോ അവർക്ക് ആവശ്യം, ആ ആവശ്യം അനുസരിച്ചിട്ട് അവർക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ന്യൂനപക്ഷ മേഖലയിൽ പോലും BJP ശിവസേന ഒക്കെ ജയിച്ചു പോരുന്നത്.